തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ LDFനുള്ള മേൽക്കൈ ഇത്തവണയും ഉണ്ടെന്നാണ് ആദ്യഘട്ട പോളിംഗിന് ശേഷമുള്ള മുന്നണിയുടെ വിലയിരുത്തൽ. പക്ഷേ തിരുവനന്തപുരം നഗരസഭയിലടക്കം പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ ആശങ്കയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചാ വിഷയമായിട്ടുണ്ടോ? 45 വർഷമായി ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയിൽ ഇക്കുറി തിരിച്ചടി ഉണ്ടാകില്ലെന്നാണ് തിരുവനന്തപുരത്തെ CPMന്റെ കണക്ക്. 48 മുതൽ 52 വാർഡ് വരെ വിജയിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. നഗരസഭാ ഭരണം പിടിക്കാനായി വാശിയോടെ മത്സരരംഗത്തുണ്ടായിരുന്ന BJPയുടെ സീറ്റ് കഴിഞ്ഞ വർഷത്തെ 34-ൽ നിന്ന് കുറയുമെന്ന് CPM അവകാശപ്പെടുന്നു. ശക്തമായ മത്സര സാന്നിധ്യമായ UDF 20 സീറ്റ് വരെ വിജയിക്കാമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. എന്നാൽ കൊച്ചി നഗരസഭാ ഭരണം നഷ്ടമാകുമെന്ന ആശങ്കയും LDFനുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ജനങ്ങൾ വലിയ തോതിൽ വോട്ട് നൽകി വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരന് തദ്ദേശ തെരഞ്ഞെടുപ്പ് അഗ്നിപരീക്ഷയാണ്. തിരുവനന്തപുരത്തിന്റെ പൂർണ്ണ ചുമതല ഉണ്ടായിരുന്നതിനാൽ നഗരസഭാ ഭരണം പിടിച്ചാൽ ക്രെഡിറ്റ് ഒറ്റയ്ക്കെടുക്കാം, പരാജയപ്പെട്ടാൽ തലയിലുമാകും. എത്ര തദ്ദേശ സ്ഥാപനങ്ങൾ വിജയിച്ചാലും തിരുവനന്തപുരത്ത് ഒന്നാമതെത്തിയില്ലെങ്കിൽ കാര്യമില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ കേരള BJPയിലെ സാന്നിധ്യം ഊട്ടി ഉറപ്പിക്കുന്നതാകും തിരുവനന്തപുരം നഗരസഭയിലെ ഫലം. BJPയുടെ കണക്കുകൂട്ടൽ 45 മുതൽ 54 സീറ്റ് വരെ നേടുമെന്നാണ്. UDF വിജയം 9 മുതൽ 13 വാർഡുകളിൽ ഒതുങ്ങുമെന്നും BJPയുടെ കണക്ക്. അതേസമയം 12 നഗരസഭാ ഭരണം BJPക്ക് നഷ്ടമായേക്കുമെന്നും വിലയിരുത്തുന്നു. എന്നാൽ വർക്കല മുനിസിപ്പാലിറ്റി ഭരണം കിട്ടും. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ഭരണം കിട്ടാനും സാധ്യതയുണ്ട്. കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് BJP. തിരുവനന്തപുരം നഗരസഭയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനാകും. കൊച്ചി നഗരസഭാ ഭരണം പിടിക്കാനാകുമെന്ന് ഉറപ്പിക്കുകയാണ് UDF. 2026 ജനവിധി UDFനൊപ്പമാണെന്ന് തെളിയിക്കുന്ന ഫലമാകുമെന്ന് UDF ആദ്യഘട്ടത്തിന് ശേഷം വിലയിരുത്തുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ അപ്രസക്തമായിരുന്ന UDFനെ ഇക്കുറി CPM തള്ളിക്കളയുന്നില്ല. പല വാർഡുകളിലും ത്രികോണ മത്സരമുണ്ടായെന്ന് BJPയും സമ്മതിക്കുന്നു. ഭരണം പിടിക്കാനിറങ്ങിയ BJP 28 സീറ്റിൽ ഒതുങ്ങുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. വെറും 10 സീറ്റ് മാത്രമുണ്ടായിരുന്ന UDF 25 സീറ്റിൽ വിജയം കണക്കുകൂട്ടുന്നു. കേവല ഭൂരിപക്ഷമില്ലാതെ LDF തിരുവനന്തപുരം നഗരസഭയിൽ വലിയ ഒറ്റകക്ഷിയാകുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. LDF ഭരിക്കുന്ന കൊച്ചി നഗരസഭ UDFന് തിരിച്ചുപിടിക്കാനാകുമെന്നും ഉറപ്പിക്കുകയാണ് മുന്നണി. UDF ഈ തെരഞ്ഞെടുപ്പ് നടന്ന 7 ജില്ലകളിൽ നല്ല വിജയപ്രതീക്ഷയാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ. പ്രാദേശിക വിഷയങ്ങൾക്ക് പ്രാധാന്യം കിട്ടാറുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ രാഷ്ട്രീയ വിഷയങ്ങൾ വലിയ ചർച്ചയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാന പ്രചാരണ വിഷയമായി. അതുകൊണ്ട് തന്നെ ഫലം 3 മുന്നണികൾക്കും അഗ്നിപരീക്ഷയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.